നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ ദിവസം കുറച്ചായി. അതിനിടയിൽ എപ്പോഴെങ്കിലും അത് നിനക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ? ഞാൻ പറയാൻ വന്നതാ. അപ്പോ നിങ്ങൾ രണ്ടുപേരും പ്രണവിന്റെ വിഷയത്തിൽ ആകെ ടെൻഷനിലായിരുന്നു. ഇനി നടത്തിയ മോഷണത്തിന്റെ പഴിയും കൂടി എന്റെ തലയിലോട്ട് കൊണ്ടുവച്ചോ. നീ ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിധി. എന്തായാലും നിധി സ്വന്തം വീട്ടിൽ കാണിച്ച പണി എന്നെ ഇവിടെയും കാണിക്കാൻ തുടങ്ങി. എല്ലാവരും സൂക്ഷിച്ചാ അവരവർക്ക് കൊള്ളാം. നല്ല ഒന്നാന്തരം കള്ളിയുള്ള വീടായിട്ട് ഇവിടെ മാറിയെന്ന് ആരും മറക്കരുത്. ശിവാനി, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ആരുടെ സ്വർണ്ണമൊന്നും അല്ല എടുത്തത്. ഞാൻ എടുത്തത് എന്റെ നെക്ലസാ. കേട്ടല്ലോ, അതാണ് പോയിന്റ്. ഏട്ടത്തി കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ അഭിനയിച്ച് തകർത്തിട്ട് എന്റെ നിന്റെ എന്നൊക്കെ വേർതിരിച്ച് സംസാരിക്കുന്നത് കണ്ടോ. എന്റെ സ്വർണമാണെന്ന് ഗംഭീരം. അമ്മ ഇനി അവരെ തലേ ചുമന്നോണ്ട് നടന്നോ, അനുഭവിച്ചോളും. നിങ്ങളായി നിങ്ങളുടെ വാടായി, ഞാൻ പോണു. അമ്മേ, സത്യമായിട്ട് ഞാനത് അമ്മയോട് പറഞ്ഞേനെ. പലവട്ടം പറയാൻ വന്നതോ. അമ്മേ, ഗൗതം, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അതെ, ലോക്കറിലിരിക്കുന്ന എന്റെ ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് ബാങ്ക് ലോക്കറിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പണി കിട്ടും. എങ്ങനെയുണ്ട് കൂട്ടുകാരി എന്റെ പ്ലേ? ഒരു ഉഗ്ര പേര് ദാ ഈ നെറ്റില് ഞാനങ്ങ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. കള്ളി. ഇതൊരു തുടക്കം. ഒട്ടും വൈകാതെ നിന്നെ ഞാൻ ഇവിടുന്ന് തുരത്തിയിരിക്കും. നീ ഇങ്ങനെ കാണിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിധി. എനിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായെന്നറിയോ? പറ്റുന്നില്ല. ഗൗതം എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ആ നെക്ലസ് ആരോടും പറയാതെ എടുത്തോണ്ട് പോയി എന്നാണ് ഗൗതം വിശ്വസിക്കുന്നത്. പറയാൻ പറ്റിയില്ല. എന്റെ അവസ്ഥ അതായിരുന്നു. എന്തവസ്ഥ? വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്ന ഈ ലോകം നമ്മുടേത് മാത്രമാണ്. എന്താ നിനക്ക് അങ്ങനെയല്ലേ? നിനക്ക് പണത്തിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്കത് എന്നോട് പറയാറുന്നില്ലേ? അതോ ആരോടും പറയാതെ ഇവിടത്തെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി പണയം വെക്കുന്നതാണോ ശരി? നിഖിൽ വന്ന് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാ ഞാൻ സഹായിക്കില്ല എന്ന് നീ കരുതിയോ? അതോ മുമ്പ് എപ്പോഴെങ്കിലും നിന്റെ വീട്ടുകാര് ആവശ്യപ്പെട്ടപ്പോ ഞാൻ പണം ചെലവാക്കാതിരുന്നിട്ടുണ്ടോ? പറയൂ നിധി. അറിഞ്ഞു തന്നെ എല്ലാം ചെയ്തിട്ടുള്ളവനല്ലേ ഞാൻ. ഇപ്പൊ മാത്രം അത് എന്നോട് പറയാതിരിക്കാനുള്ള കാരണം എന്താ? ഗൗതം, ഞാൻ പറഞ്ഞില്ലേ? നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അത് തന്നെ ആവർത്തിക്കാനാണെങ്കിൽ നീ ഇനി മിണ്ടണ്ട. പോട്ടെ, നിനക്ക് എന്നോട് പണം ചോദിക്കാൻ ചിലപ്പോ നിന്റെ ദുരഭിമാനം അനുവദിച്ചു കാണില്ല. ആ സ്വർണം എടുത്ത് പണയം വെക്കാൻ തീരുമാനിച്ചല്ലോ, അത് നീ എന്നോട് പറയണ്ടായിരുന്നോ? അമ്മയുടെ മുറി കയറിയല്ലേ നിധി നീ ലോക്കറിന്റെ ചാവി എടുത്തത്. അപ്പോഴെങ്കിലും നിനക്ക് അമ്മയോടൊന്ന് പറയാറുന്നില്ലേ? എന്തൊരു നാണം കെട്ട ഏർപ്പാടായിപ്പോയി. ആ ശിവാനിയുടെയും വസുന്ധരാമയുടെ ഒക്കെ മുൻപില് നാവെടുക്കാൻ പറ്റാതെ തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ എനിക്ക്? എന്നെ ആ ഗതികേടി കൊണ്ടെത്തിച്ചത് നീ ഒറ്റ വരുത്തിയല്ലേ? ഞാനിനി എന്ത് പറഞ്ഞ ഗൗതമിനെ ബോധ്യപ്പെടുത്തേണ്ടത്? എന്തൊക്കെ നീ പറഞ്ഞാലും
എത്രയൊക്കെ നീ നിന്നെ ന്യായീകരിച്ചാലും ഒന്നും എനിക്ക് ബോധ്യപ്പെടില്ല. അത്രയ്ക്ക് വലിയ തെറ്റാ നീ ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്റെ അനിയനോടും അമ്മയോടും പല വട്ടം ഞാൻ ചോദിച്ചു ആ പണം എവിടെ നിന്ന് കിട്ടിയെന്ന്. എന്നിട്ട് അവരൊരു അക്ഷരം മിണ്ടിയില്ല. നീ തന്നതാണെന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വർണം പണയം വെച്ചതിന്റെ രസീത് കാണിച്ചെങ്കിലും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ തല ഉയർത്തി നിൽക്കായിരുന്നു. പരിചയക്കാരുടെ പോലീസുകാരുടെ ഒക്കെ മുമ്പിൽ മോഷ്ടാവായ ഒരാളുടെ അളിയൻ എന്ന പേര് കൂടി നീയും നിന്റെ കുടുംബക്കാരുമായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നു. ആ 2 ലക്ഷം രൂപ ഞാനാണ് കൊടുത്തിരുന്നെങ്കിലോ അന്തസ്സായിട്ട് ഞാൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞേനെ അത് ഞാൻ കൊടുത്ത പൈസയാണെന്ന്. അവന് കള്ളൻ എന്ന ദുഷ്പേരും ചുമക്കേണ്ടി വരില്ലായിരുന്നു. ഒന്നും പുറത്തു പറയരുതെന്ന് നീ പോലും ചട്ടം കെട്ടിവെച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്തിയത്? എനിക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഗൗതം തരുന്നില്ലല്ലോ. 1000 പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നു ഗൗതം. അമ്മയാണെങ്കിൽ വേറെ കുറെ പ്രശ്നങ്ങളിലും. നിങ്ങൾ 2 പേരോടും ഞാൻ കാര്യം പറയാനായിട്ട് വന്നിട്ടുണ്ട്, അതറിയോ? ഞാൻ നിഖിലിന് കൊടുക്കാനായി ഒരു 2 ലക്ഷം രൂപ ചോദിച്ച് ഗൗതമിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്ക്. ഗൗതം, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിധി, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്താ? എന്തായാലും പ്രണവിന് പുതിയ ബിസിനസ് തുടങ്ങാൻ അനുവാദം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. പിന്നെന്തിനാ അത് നാളത്തേക്ക് മാറ്റിവെക്കുന്നത്? ഇന്ന് രാത്രി അവൾ എന്തെങ്കിലും പറഞ്ഞ് അവനെ എരിവെറ്റുന്നതിന് മുമ്പ് ഇന്ന് തന്നെ അവനെ വിളിച്ച് കാര്യം അങ്ങ് പറഞ്ഞേക്കാം. അവൻ സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. അത് നല്ലതാ. അല്ല, നിധി എന്താ പറയാൻ വന്നത്? ഒന്നുമില്ല, ഞാനത് പിന്നെ പറയാം. ഗൗതം പോയി പ്രണവിനോട് സംസാരിച്ചിട്ട് വാ. ആ സമയത്ത് ഞാൻ ഗൗതമിനെ തടഞ്ഞു നിർത്തി എന്റെ അനിയന് വേണ്ടി 2 ലക്ഷം രൂപ ചോദിക്കണമായിരുന്നു. പറ, എനിക്കതിന് മനസ്സ് വന്നില്ല ഗൗതം. പറയാൻ തോന്നിയില്ല. അതാ ഞാൻ ചെയ്ത തെറ്റ്. ആ സ്വർണം പണയം വെക്കാൻ നേരത്ത് നിങ്ങൾ 2 പേരോടും എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഗൗതമിന്റെ അരികിലേക്ക് സ്വർണം പണയം വെച്ച കാര്യം പറയാൻ വന്നതുവാ. ശിവാനി കൃത്യമായിട്ട് തന്നെ നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും പ്രണവ് വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ ശിവാനി ഒറ്റ ഒരുത്തി കാരണം ഈ കുടുംബം ചിന്ന ഭിന്നമായി പോയല്ലോ. അമ്മയ്ക്ക് പോലും ദേഷ്യമായി കാണും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗൗതം ഇത്രയും ടെൻഷനിലിരിക്കുമ്പോ സ്വർണം പണയം വെച്ച് നിഖിലിന് പൈസ കൊടുത്ത കാര്യം എങ്ങനെ പറയും? പിന്നെ ഞാൻ എന്തായിരുന്നു ഗൗതം വേണ്ടിയിരുന്നത്? എല്ലാവരോടും എല്ലാം ഞാൻ തുറന്നു പറയാൻ ശ്രമിച്ചതാ. പക്ഷെ നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഞാൻ പെരുമാറാൻ ശ്രമിച്ചു. അതാ എന്നെ ഇപ്പൊ കള്ളിയായി മുദ്ര കുത്താൻ കാരണം. ഇതിന് ഭേദം ഞാൻ പോയി മരിച്ചു കളയുന്നതാ. എനിക്കിത് സഹിക്കാൻ വയ്യ ഗൗതം.